റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തിൽ വസന്തമാണ്. അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, ഫാറൂഖ് നെയ്മി അദ്ദേഹത്തിന്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. ഉത്തരേന്ത്യയിൽ നിന്ന് ബറേൽവികളിൽ നിന്ന് ബിരുദമെടുത്ത നെയ്മി ബിരുദമെടുത്ത ഫാറൂഖ് നെയ്മി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം പറയാണ്, റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് വല്ലാത്ത സന്തോഷമാണ്. അപ്പോ റബീഉൽ അവ്വൽ മാസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനം എന്നുള്ള പേരിൽ മൗലീദ് കഴിക്കാത്ത ആളുകൾ, അഥവാ ആ മാസം പ്രത്യേകമായി സന്തോഷം കൊണ്ടാടാത്ത ആളുകൾ വിശ്വാസികളല്ല എന്നുള്ള രൂപത്തിലാണ്. കാരണം വിശ്വാസികൾക്കാണ് സന്തോഷം ഉണ്ടാകുക. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഈ കൂട്ടങ്ങളിൽ വിശ്വാസികളല്ലാത്ത ആളുകൾ, സന്തോഷം ഇല്ലാത്ത ആളുകൾ, റബീഉൽ അവ്വൽ പ്രത്യേകമായിട്ട് ആചാരമായി കൊണ്ടു നടക്കാത്ത, മൗലീദിന്റെ മാസമായി കൊണ്ടു നടക്കാത്ത ആളുകൾ ആരാണെന്ന് ആദ്യം ഞാൻ പരിചയപ്പെടുത്താം. ഒന്നാമതായിട്ട് ഇതിൽ വരുന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനുശേഷം വരുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, താബീങ്ങൾ, അവരിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ അത്ബാഉ താബീങ്ങൾ, അത് അവരിൽപ്പെട്ട മദ്ഹബിന്റെ ഇമാമിങ്ങളും ഇതിന്റെ അകത്ത് വരും. ഇമാം ഷാഫി റഹിമഹുല്ലാ ആവട്ടെ, ആദ്യത്തെ ഇമാമായ ഇമാം അബൂ ഹനീഫത്തുൽ ഖൂഫി റഹിമഹുല്ലാ, ഇമാം ഷാഫി റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം അംബൽ റഹിമഹുല്ലാ, ഇതുപോലുള്ള സർവ്വ മദ്ഹബിന്റെ ഇമാമിങ്ങൾ, അതേപോലെ മുഹദ്ദിസീങ്ങൾ, സിയാഉ സിത്ത എന്ന ഹദീസ് ഗ്രന്ഥം രചിച്ച മുഹദ്ദിസീങ്ങൾ, അതേപോലെ ഹിജ്റ 362 വരെ ജീവിച്ച എല്ലാ ആളുകളും ഈ വിശ്വാസികളല്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ വന്നു. കാരണം അവർക്കാർക്കും ഇത്തരം ഒരു ആചാരം പരിചയമില്ല. ഇനി ആർക്കാണ് ഈ വിശ്വാസികൾ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത, അന്നത്തെ പണ്ഡിതന്മാർ ഇസ്ലാമിൽ നിന്ന് പഴച്ചു പുറത്തു പോയി എന്ന് പറഞ്ഞ ഷിയാക്കളിൽപ്പെട്ട, റാഫിലികളിൽപ്പെട്ട, ഉബൈദികളിൽപ്പെട്ട, ഫാത്തിമിയാക്കളിൽപ്പെട്ട ഈ ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ താബീങ്ങളോ അത്ബാഅത്തോ ഇവർക്കൊന്നും റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സുന്നത്തായിട്ടോ പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമോ ഉണ്ടായിരുന്നില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനാണ് ഇവര് ആഘോഷമാക്കുന്നുള്ളത്. ഇനി അടുത്തതായിട്ട് അദ്ദേഹം ഇതിനു വേണ്ടി ചില തെളിവുകൾ പറയുന്നു, ഒന്ന് കേൾക്കും. ായി ഇസ്ലാം പ്രഖ്യാപിച്ചു, അറിയിച്ചു ഒരു കാര്യം, അതിന് കാലോചിതമായ വികാസങ്ങളുണ്ട്. നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ്. അതിന്റെ മുന്നോടിയായി സംഘങ്ങൾ ചേരുക, ആചാരം നടത്തുക, വളയിടയിൽ നടത്തുക, വാക്കുറപ്പിക്കൽ നടത്തുക, ഓഡിറ്റോറിയം ഉറപ്പിക്കുക, കത്തടിക്കുക, വിപുലമായി കല്യാണം നടത്തുക, സദ്യ ഒരുക്കുക. ഈ ചടങ്ങുകളെല്ലാം കാലോചിതമായി ആ സുന്നത്തിന്റെ മേൽ വന്ന അനുബന്ധങ്ങളാണ്. തെളിവുണ്ടാക്കുകയാണ്. പലപ്പോഴും ഈ ആളുകൾ പറയാറുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നബിദിനം കഴിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യും. സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനാനുവാദം കൊടുത്തു എന്ന് പറയും, സഹാബത്തിൽ നിന്ന് മാതൃക ഉണ്ടെന്ന് പറയും, താബീങ്ങളിൽ നിന്നുണ്ടെന്ന് പറയും, അത്ബാഉ താബീങ്ങളിൽ നിന്നുണ്ടെന്ന് പറയും, ഒക്കെ പറയും. അവസാനം പറയും ഇതൊരു പുത്തൻ വിദ്വത്താണെന്ന് പറയും. ഇനി ആദ്യമായിട്ട് ഈ ആളുകൾക്ക് സുന്നത്ത് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. ഇദ്ദേഹം അതിനുവേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കി തന്ന വിവാഹം എന്നുള്ളൊരു സുന്നത്തുണ്ട്. ആ സുന്നത്തിലേക്ക് ഭൗതികമായിട്ടുള്ള ഒരു ഇബാദത്ത് ഉണ്ടാക്കാനല്ല, അവിടെ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്ത്? കത്തടിക്കാനും പ്രിന്റ് അടിക്കാനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇദ്ദേഹത്തിന്റെ തെളിവ്. കത്തടിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഒരാള് കത്തടിക്കാതെ കല്യാണം കഴിച്ച് അവന് സുന്നത്ത് ഉപേക്ഷിച്ചു എന്ന് പറയോ? അവന് മുബ്തദി എന്ന് പറയോ? വിദ്വത്ത് ചെയ്ത ആളെന്ന് പറയോ? കത്തടിക്കാതെ ഇപ്പൊ ഒരാൾ നബിദിനം ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അവനെ പറയുന്നത് മുബ്തദി എന്നാണ്, വിദ്വത്തിന്റെ ആളുകൾ എന്നാണ് അവന് പറയുന്നത്. സുന്നത്ത് ഉപേക്ഷിക്കുന്ന ആളുകളെന്നാണ് ഇവർ പറയുന്നത്. റസൂലിനോട് സ്നേഹമില്ലാത്ത ആളുകളാണ്. ഇനി ഒരാൾ കത്തടിക്കാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ റസൂലിനോട് സ്നേഹമില്ലാത്ത ആളെന്ന് പറയോ? സഹോദരങ്ങളെ, ഭൗതികരമായിട്ടുള്ള അവിടെ ഒരു ഭൗതിക സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇബാദത്തായിട്ടല്ല, അതിന് അള്ളാഹുവിന്റെ അടുത്തും പ്രത്യേകമായിട്ട് കൂലി കിട്ടും എന്ന് പറയോ? ഇനി ഇവര് 444 കത്തടിച്ചാൽ പ്രത്യേകം കൂലി, പ്രത്യേകം പ്രതിഫല. 444 കത്തടിക്കണം മംഗളത്തിന്. ഇനി അത് തിങ്കളാഴ്ച ദിവസം തന്നെ അടിക്കണം. ആ കത്തടിക്കുക വിതരണം ചെയ്യുന്ന വ്യാഴാഴ്ച ദിവസം തന്നെയാണോ? ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇബാദത്താണ്, ഇത് സുന്നത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് വിദ്വത്തെന്ന് പറയില്ലേ? നോക്കൂ, പ്രത്യേകമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതിനെ വിദ്വത്ത് എന്ന് പറയും. ദീനിലേക്ക് കടത്തിക്കൂട്ടിക്കൊണ്ട്, മതത്തിലേക്ക് ചേർത്തിക്കൊണ്ട്. അതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു എണ്ണം ഉണ്ടാക്കാൻ പാടില്ല, പ്രത്യേകമായിട്ട് അതിനൊരു പുണ്യം നമ്മൾ നിശ്ചയിക്കാൻ പാടില്ല, പ്രത്യേകമായിട്ടുള്ള ഒരു സമയം നിശ്ചയിക്കാൻ പാടില്ല, പ്രത്യേകമായിട്ട് ഒരു രൂപം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല, പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് വിദ്വത്ത് എന്ന് പറയുക? അപ്പൊ നോക്കൂ, പൊതുവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ പൊതുവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പൊതുവായിട്ട് നിരുപാധികം എത്ര വേണമെങ്കിലും ചെയ്യാം. പക്ഷെ പൊതുവായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രത്യേകം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ചെയ്യണം. നോക്കൂ, സലാത്ത് പറയുക എന്നുള്ളത് സുന്നത്താണ്. അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള എണ്ണവും പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലവും പ്രത്യേകമായിട്ടുള്ള ഒരു സന്ദർഭവും നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിദഗ്ധമായി മാറും. അമ്പലക്കട അമീദ് ഫൈസി പറയുന്നു, കേൾക്കൂ. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല, ഉള്ള പറയാലോ.
ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏൽപ്പിക്കാതെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കല്ല. അപ്പോൾ ഏൽപ്പിക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ച് നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാൻ ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2 ചെല്ല, 3 ചെല്ല, 5 ചെല്ല, 10 ചെല്ല. പക്ഷേ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷ് ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്ത വിചാരിച്ച വിദാത്തായി ഒരു ഇസ്ലാമിക മസാല. അങ്ങനെ ഇപ്പോൾ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാരന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ലാമായിട്ടാണ് ഇവിടെ ഇദ്ദേഹം വിശദീകരിച്ചത്. നോക്കൂ, ഇബാദത്തല്ലേ, സ്വലാത്തല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എണ്ണവും പുണ്യവും വണ്ണവും സമയവും നിശ്ചയിച്ചുണ്ടാക്കാൻ പാടില്ല. ഇവര് റബീഉൽ അവ്വൽ എന്നുള്ള ഒരു മാസത്തെ ഇവര് നിശ്ചയിച്ചുണ്ടാക്കി, അതിൽ പുതിയൊരു ഇബാദത്ത് ഉണ്ടാക്കി. അത് മാത്രമല്ല, അതിന് ശ്രേഷ്ഠത എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു പരത്തി ലൈലത്തുൽ ഖദ്റിനേക്കാളും മഹത്വമുണ്ട്. എന്നാൽ ഇനി സുന്നത്ത് എന്താണെന്ന് നോക്കാം. നമുക്ക് നോക്കൂ, സഹീൽ ബുഖാരിയുടെ വ്യാഖ്യാതാവ് അതേപോലെ തന്നെ പ്രസിദ്ധ മുഹദ്ദീസ് ഹദീസ് പണ്ഡിതനുമായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സുന്നത്തിനെ വിശദീകരിക്കുകയാണ്. അസ്സുന്നത്തു മാ ജാഅനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞ? മിൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീരിഹി വമാ ഹമ്മ ബിഫഅലിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ മൗനാനുവാദം, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അതേപോലെ തന്നെ ഒന്നുകൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാതെ ഉപേക്ഷിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കൽ സുന്നത്താണ്. ഇപ്പൊ നോക്കൂ, നബിദിനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു, ജന്മദിനാഘോഷം നടത്താമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. കാരണം എന്ത് തശബ്ബുഹ് വരുന്നുണ്ട്. എങ്കിലും ഒരു സമൂഹത്തെ അനുകരിച്ചു കഴിഞ്ഞാൽ അവരിൽപ്പെട്ടവനാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് നസ്രാനികളുടെ ചര്യയാണ്. ഇനി നോക്കൂ, അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ഇതൊക്കെ സുന്നത്താണ്. ഇത് പരിപൂർണ ജീവിതത്തിൽ ഒരാൾ വരുത്തുമ്പോഴാണ് അവനിൽ മുഹമ്മദ് റസൂലുള്ള പൂർത്തിയാവുക. മുഹമ്മദ് റസൂലുള്ളയ്ക്ക് ചില നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകളെ പാലിച്ചുകൊണ്ട് ഈ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിച്ചാൽ മാത്രമേ മുഹമ്മദ് റസൂലുള്ളയുടെ നിബന്ധന പൂർത്തിയാകുകയുള്ളൂ. ആ നിബന്ധന പൂർത്തിയായാൽ മാത്രമേ പരിപൂർണമായിട്ടുള്ള മുസ്ലിം ആവുകയുള്ളൂ. ഷഹാദത്ത് കലിമ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ ഷഹാദത്ത് കലിമയുടെ നിബന്ധനകളാണ്. എന്താണ് നിബന്ധന? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുക. അതാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ പറ്റും. സൂറത്തുൽ അഹ്സാബിന്റെ 21-ാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് അള്ളാഹുമായിട്ടുള്ള മാതൃകയുണ്ട്. അതായത് അള്ളാഹുവിനെ അന്ത്യദിനത്തിലും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. അതേപോലെ തന്നെ മറ്റൊരു അധ്യായത്തിൽ സൂറത്തുൽ ഹശ്ർ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, എന്താണ് പറഞ്ഞിട്ടുള്ളത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, നിങ്ങൾക്ക് റസൂൽ ഏതെന്ന് കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതിൽ നിന്ന് പരിപൂർണ രൂപത്തിൽ നിങ്ങൾ വിട്ടുനിൽക്കുക. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത പുതിയ കാര്യങ്ങൾ ഇബാദത്തായി മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ വലാല, വലാലത്തായിട്ടാണ് പറഞ്ഞത്, വഴികേട്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ചോദിക്കുന്നില്ലേ, വലദ്ദാലീൻ, വഴികേടിന്റെ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടല്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലേ? വഴികേടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മതത്തിൽ കൂട്ടിച്ചേർത്ത് ആരെങ്കിലും ഇബാദത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വഴികേടാണ്. ഏറ്റവും നല്ല കലാമ അള്ളാഹുവിന്റെ ഖുർആനാണ്. ഏറ്റവും ശരിയായ മാർഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാർഗമാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഹജ്ജത്തുൽ വിദാഇന്റെ ഖുതുബയിലൂടെ പറഞ്ഞില്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇന്നത്തോടുകൂടി നിങ്ങൾക്ക് മതം പൂർത്തീകരിച്ചു, അള്ളാഹുവിന്റെ മതം നിങ്ങളിലേക്ക് ഞാൻ പരിപൂർണ രൂപത്തിൽ എത്തിച്ചു തന്നു. അള്ളാഹുവിന് ഏതെല്ലാം ഇബാദത്തുണ്ട്, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഏതൊരു ഇബാദത്തുണ്ട്, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഏതൊരു ഇബാദത്തുണ്ട്, എല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞ? ഈ കാര്യങ്ങൾ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ പിടിക്കുക. 2 കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കില്ല. ഒന്ന് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. അപ്പൊ ഇന്ന് സുന്നത്തുകൾക്ക് യാതൊരു വിലയില്ല. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാര്യത്തിൽ റസൂല് പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മതകാര്യത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള എല്ലാം ഞാൻ പഠിപ്പിച്ചു, ഈ മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ഒന്നും ചെയ്യാനില്ല.
അപ്പൊ ഹാമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭൗതികപരമായിട്ടുള്ള ചില തന്റെ ഹബീബ് ദീനീ വിജ്ഞാന പ്രചരണത്തിന് വേണ്ടി വെച്ച അടിസ്ഥാന രീതിയാണത്. അതിന് കാലോചിതമായി മാറ്റം വന്നു. അറബി കോളേജ് വന്നു, മദ്രസ വന്നു, സിലബസ് വന്നു, പരീക്ഷ വന്നു, ടേം വന്നു, സെമിസ്റ്റർ സിസ്റ്റം വന്നു, അതുപോലെ തന്നെ ആനുവൽ എക്സാമിനേഷൻ വന്നു. അതിന് വ്യത്യസ്തങ്ങളായ രീതികൾ വന്നു. ഇതുപോലെ ഒരു മദ്രസ റസൂലുള്ള നടത്തിയിട്ടുണ്ടോ? ചോദിക്കാൻ ആരുമില്ല. ഉപയോഗപ്പെടുത്തുക അത് വിവാദത്തായിട്ട് കരുതിക്കൊണ്ടല്ല. ഇപ്പൊ മദ്രസകൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്, അതിന് മദ്രസകൾ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ആരെങ്കിലും 2 നില കെട്ടിടത്തിന് വേറൊരു സുന്നത്ത്, 3 നില ആയെങ്കിൽ വേറൊരു സുന്നത്ത് എന്നുള്ള രൂപത്തിൽ ആരെങ്കിലും അതിന് പ്രത്യേകത കൽപ്പിച്ചു കഴിഞ്ഞാലോ അത് ബിദ്അത്ത് എന്ന് പറയും. നിരുപാധിക നമുക്ക് എന്ത് ചെയ്യാം, ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ പല രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ഇബാദത്തായിട്ട് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നുള്ളത്. ഇബാദത്ത് ചെയ്യാൻ ആധുനികരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഒട്ടകത്തിന്റെ പുറത്ത് കയറി പോയിട്ട് ദഅവത്ത് ചെയ്തു. ഇന്ന് നമ്മൾ ഫ്ലൈറ്റിൽ കയറി പോയി ദഅവത്ത് ചെയ്യുന്നുണ്ട്, ബസ്സിൽ കയറി പോയി ദഅവത്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിൽ കയറി പോയി ദഅവത്ത് ചെയ്യുന്നുണ്ട്. സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അവിടെ ഒരു ട്രെയിനിൽ പോയി ദഅവത്ത് ചെയ്താൽ ഇത്ര പ്രതിഫലം, ഫ്ലൈറ്റിൽ പോയി ദഅവത്ത് ചെയ്താൽ പ്രത്യേക സുന്നത്ത് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയല്ല ചെയ്യുന്നുള്ളത്. നോക്കൂ, അതേപോലെ തന്നെ മതകാര്യങ്ങളിൽ വെച്ച് ഏറ്റവും തിന്മയായി പഠിപ്പിച്ചത് മാതൃകയില്ലാത്ത ചെയ്യുന്ന ബിദ്അത്തുകളാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ നോക്കൂ, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതും നരകത്തിലേക്ക് നിങ്ങൾ അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയി. എല്ലാ കാര്യങ്ങളിലും പ്രവാചകനിൽ മാതൃകയുണ്ട്. ബാത്റൂമിൽ എങ്ങനെ കയറണം, ബാത്റൂമിൽ നിന്ന് എങ്ങനെ ഇറങ്ങണം, അതേപോലെ കിടക്കാൻ നേരം എങ്ങനെയായിരിക്കണം, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം നിങ്ങളിൽ നിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് ഇഖ്തിലാഫുകൾ കാണും. അപ്പോൾ എന്റെ ചര്യയും സദ്വൃത്തരായ വിവേകികളുമായ ഖുലഫായ റാഷിദീങ്ങളുടെ ചര്യയും നിങ്ങൾ അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുൻപല്ല് കൊണ്ടല്ല പറഞ്ഞ, അണപ്പല്ല് കൊണ്ട്. എന്തുകൊണ്ട്? വേലിച്ചാ പൊട്ടിപ്പോകും, മുൻപല്ലായി പോയ. അപ്പൊ അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണം. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് ശേഷം ഖുലഫാ റാഷിദീന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ ബിദ്അത്തുകൾ പ്രത്യക്ഷമായിട്ടുണ്ട്. സലാത്തല്ലേ, ദിക്റല്ലേ, ദുആ അല്ലേ എന്ന് പറഞ്ഞ് അതിനെ സഹാബാക്കൾ ഓടിച്ചതായിട്ടുള്ള ഒട്ടനവധി റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആധുനികരമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ബിദ്അത്തുമായി കൂട്ടിക്കലർത്തി മതത്തിൽ പുതിയതായി ഉണ്ടാക്കി ഇവർ ചെയ്യുന്ന അനാചാരങ്ങൾക്ക് തെളിവുണ്ടാക്കാൻ ചെയ്യുന്ന ഇതിന് യാതൊരു മാതൃകയുമില്ല സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പഠിക്കാൻ നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ജില്ലയിൽ ഏതുപോലെയല്ല തലശ്ശേരിയിൽ ഏതുപോലെയല്ല തൃശ്ശൂരിൽ ഏതുപോലെയല്ല തമിഴ്നാട്ടിൽ ഏതുപോലെയല്ല ഉത്തരേന്ത്യയിൽ, ഇവിടത്തെ ഒന്നും പോലെയല്ല സൗദി അറേബ്യയിൽ. അങ്ങനെ ലോകത്തെ വ്യത്യസ്തങ്ങളായ നാടുകൾക്കും ഭാഷകൾക്കുമൊക്കെ അനുസരിച്ച് അടിസ്ഥാനപരമായ ഒരു നിക്കാഹിന് ആഘോഷങ്ങൾ വ്യത്യസ്തമായതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ ലോകത്തെ എല്ലായിടത്തും ഒരുപോലെയാണ്. ഇബാദത്തുകൾ ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ്. അതുപോലെ ആയിരിക്കണം. ഇനി നാട് മാറുന്നതിനനുസരിച്ച് ഇബാദത്തുകൾ മാറുന്നുണ്ടെങ്കിൽ അതാണ് പറയുന്നത് കൂട്ടിച്ചേർത്ത് ക്രിസ്ത്യാനികളെ പോലെ പുതിയ മതമുണ്ടാക്കിയെന്ന്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ കല്യാണത്തിന് ഭൗതികരമായിട്ടുള്ള സംവിധാനങ്ങൾ അത് വ്യത്യസ്ത നാടുകൾക്കനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലുണ്ടാവും. നമസ്കാരങ്ങൾ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ളുഹർ 4 തന്നെയല്ലേ, നോമ്പ് 30 ദിവസം തന്നെയല്ലേ കിട്ടി കഴിഞ്ഞാൽ, ഹജ്ജ് ഒരേപോലെയല്ലേ, സക്കാത്ത് കൊടുക്കുക ഒരേ അളവിലല്ലേ, സുന്നത്ത് നമസ്കാരങ്ങൾ ഒരേപോലെയല്ലേ, ബാത്റൂമിൽ കയറുമ്പോഴുള്ള ദുആ ഒരേപോലെയല്ലേ ലോകത്തെല്ലാവർക്കും, ബാത്റൂമിൽ ഇറങ്ങുമ്പോഴുള്ള ദുആ ഒരേപോലെയല്ലേ ലോകത്തെല്ലാവർക്കും, ബെഡ്റൂമിൽ പ്രവേശിക്കുമ്പോഴുള്ള ദുആ ഒരേപോലെയല്ലേ ലോകത്തെല്ലാവർക്കും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ലോകത്തിൽ ഇബാദത്തായി ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും. അതിന് മാറ്റം വരുത്തി പുതിയ രൂപത്തിൽ ഉണ്ടാക്കി ഇബാദത്തായി ചെയ്യുന്ന റബ്ബിലേക്ക് സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ട് മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ഇബാദത്തുകൾ ചെയ്യുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. റസൂലിന്റെ കൽപ്പനയില്ലാത്ത, പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ തെളിവുകളില്ലാത്ത ഈ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്തരം ആളുകളിൽ നിന്ന് കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്ന്. കാരണം ഒരു ഇബാദത്ത് അമല് സ്വാലിഹാത്താവണമെങ്കിൽ അള്ളാഹ് സ്വീകരിക്കുന്ന സൽക്കർമ്മമാണെന്നുണ്ടെങ്കിൽ നിബന്ധനയാണ്. ഒന്നാമത് വിശ്വാസം ശരിയാക്കണം, രണ്ടാമത്തെ നിബന്ധന ഇഖ്ലാസ് വേണം എന്നുള്ളതാണ്, മൂന്നാമത്തെ നിബന്ധന ഇത്തിബാ സുന്ന, റസൂലിന്റെ സുന്നത്തിനോട് യോജിക്കുന്ന രൂപത്തിലാണെന്നാണ്. ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇബാദത്തായി റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യാത്ത മതത്തിൽ പുതിയതായി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ആളുകളെയാണ് നാളെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടുന്നുള്ളത്. അവിടുന്ന് പറയപ്പെടല്ലോ, നബിയെ താങ്കൾക്കറിയില്ല, നബിയെ താങ്കളുടെ കാര്യശേഷം ഈ മതകാര്യത്തിൽ അവരെന്തൊക്കെയാണ് പുതിയതായിട്ട് കൂട്ടിച്ചേർത്തുക എന്ന് ഞങ്ങൾക്കറിയില്ല നബിയെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സ്വഹ്കൻ ലിമൻ ഗൈറ ബാദീൻ, എന്റെ കാലശേഷം എന്റെ മതത്തിൽ കൂടി ഞാൻ പഠിപ്പിച്ച ഈ മതകാര്യത്തിൽ റബ്ബിന്റെ മതത്തിൽ കൂട്ടിച്ചേർത്ത് പുതിയ ഇബാദത്തുകൾ ഉണ്ടാക്കിയ ആളുകളെ നിങ്ങൾ ദൂരെ പോ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടും. വിദ്യത്തിന്റെ ആളുകളെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അപ്പൊ സഹോദരന്മാരെ കൃത്യമായി ഒന്ന് മനസ്സിലാക്കുക. സലഫികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അവർ ചെയ്യുന്ന ഇബാദത്തുകൾ ഒരേപോലെയാണ്. കാരണം അവർക്ക് മാതൃക സഹാബത്താണ്. അവരുടെ മാതൃക ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരുപോലെ കാണാൻ പറ്റും ഇബാദത്തുകളായി ചെയ്യുന്ന കാര്യങ്ങൾ.
അപ്പോ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡുള്ള ചില ഇബാദത്തുകൾ കണ്ണൂരിലില്ല. എന്തുകൊണ്ട്? അവർക്ക് തോന്നിയ രീതിയിൽ അവരുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും പറയുന്നതാണ് അവർക്ക് മതം. അള്ളാഹുവിന്റെ മതമല്ല അവര് മതമായിട്ട് കൊണ്ട് നടക്കുന്നുള്ളത്. അപ്പൊ ഇത് കൃത്യമായി മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.